താങ്ക്സ്. എന്തിന്? വിദേശത്ത് ചെന്ന് അലയുന്ന കൂട്ടത്തിൽ ഈ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങാനും ഇങ്ങനെയുള്ള കണ്ടെത്താനും സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപാട് മിസ് ചെയ്തേനെ. ഇതിപ്പോൾ വീടും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ ജീവിതം കളറാക്കാൻ ഒരാളുണ്ട്. എനിക്കൊന്ന് പുറത്തിറങ്ങണം. എന്തെങ്കിലുമൊക്കെ കാണുകയും കേൾക്കുകയും വേണം. ഇതിനകത്ത് ചത്ത് ജീവിക്കായിരുന്നു ഞാൻ. അറിയോ ചന്ദ്രേട്ടന്? വായൊന്ന് അടച്ചു വെക്ക്. ഒരു കാര്യം പറഞ്ഞാ അതങ്ങ് മനസ്സിലാക്കിയാ പോരെ. സാറ് എന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ പാർട്ടിയിൽ പോകുന്നത്. അതിന് വരാൻ വേണ്ടി ബഹളം വെക്കണ്ട, നടക്കില്ല. സാറയ്ക്കത് ഇഷ്ടമാവുകയില്ല. അതെന്താ ചെറിയമ്മേ ചെറിയച്ഛന്റെ സ്വഭാവം പെട്ടെന്ന് മാറിയത്? അത് കാരണം എന്താണെന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞല്ലോ. പറഞ്ഞു. പക്ഷേ അധികമായാലേ അമൃതം വിഷമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. സാറാ മാഡത്തിനോടുള്ള പരിഗണനയില് അതൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ. സാറാ മാഡത്തിന്റെ മുന്നിൽ വെച്ച് ചെറിയമ്മ ഒട്ടും സ്റ്റൈലിഷ് അല്ലാന്ന് ചെറിയച്ഛൻ പറഞ്ഞ ചെറിയമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒന്നും കാണാതെ ആണുങ്ങളുടെ വായിന്ന് അങ്ങനെ വരില്ല. ചെറിയമ്മ ഒന്ന് സൂക്ഷിച്ചോ. വരുൺ എഴുന്നേക്ക്. എന്താടോ? കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്, കഞ്ഞി കുടിക്കാം. എനിക്ക് കഴിക്കാൻ തോന്നില്ല. അധികം വല്ലാത്തൊരു അസ്വസ്ഥത പോലെ. അതിനോട് ഭക്ഷണം കൂടി കഴിക്കാതിരുന്നാലോ? അത് കോടില്ലേ, അതുകൊണ്ടായി പറയുന്നത്. ഇത് കുടിക്കേ. പറയുന്നത് മനസ്സിലാക്കി. എനിക്ക് വേണ്ട. ആശുപത്രി പോവാന്ന് പറഞ്ഞാൽ അത് കേൾക്കില്ല, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല. എന്താ ഉദ്ദേശം? എന്നെ തോൽപ്പിക്കാനാണോ ഈ ചെയ്യുന്നത്? തന്നെ തോൽപ്പിക്കാനോ? പിന്നല്ലാതെ. ഇവിടെ വന്നു കയറിയ നിമിഷം മുതൽ വരുൺ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒന്നിച്ച് ആ റോഡിൽ നിൽക്കുമ്പോ പോലും ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിൽക്കുന്ന അത്ര ബുദ്ധിമുട്ടാണോ? ഭാര്യ വീട്ടിൽ നിൽക്കുന്നുള്ളത് ഒരു അപമാനമായിട്ടാണ് തോന്നുന്നത്. അവിടെ തനിക്ക് തെറ്റി. എടോ, എനിക്കൊരു അപമാനമില്ല. ഞാൻ എല്ലാവർക്കും ഒരു ബാധയായെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. വരുൺ എന്താ ഇവിടെ വന്ന് കോടികൾ ചോദിച്ചോ? അതോ വീടിന്റെ അവകാശം വേണമെന്ന് പറഞ്ഞോ? അച്ഛൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോഴും അത് തട്ടിമാറ്റിയതല്ലേ ഉള്ളൂ. എന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നമുക്ക് സംഭവിച്ചതിൽ അച്ഛനും അമ്മയ്ക്കും വിഷമമുണ്ട്. പക്ഷെ വരുൺ ഇവിടെ നിൽക്കുന്നതിൽ അവർ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയോ? എത്രമാത്രം അഭിമാനിക്കുന്നുണ്ടെന്നറിയോ? അച്ഛന്റെ ഓരോ വാക്കിലും വരുണിനെ നന്നായിട്ട് നോക്കണമെന്ന് മാത്രം. അത് മാറി മാറി എന്നോടും അമ്മയോടും പറഞ്ഞുകൊണ്ടിരിക്കുക. മരുന്ന് കഴിക്കാതിരുന്നാലും ഭക്ഷണം കഴിക്കാതിരുന്നാലും എന്റെ മനസ്സാ പിടയുന്നേ. അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. എടോ, തന്നെ മനസ്സിലാക്കാൻ എനിക്ക് എന്താ ബുദ്ധിമുട്ട്? ഇത്രയൊക്കെ നഷ്ടപ്പെട്ടിട്ടും എന്റെ ധൈര്യം എന്താ? താൻ കൂടെയുള്ളതല്ലേ? ഒരുപക്ഷെ തന്നെ പോലെ ധൈര്യം തരാൻ കൂടെ ഒരാളില്ലായിരുന്നെങ്കിൽ കണിമംഗലത്ത് നിന്ന് ഇറങ്ങിയ നിമിഷം ഞാൻ ചിലപ്പോൾ വീണുപോയനെ, അല്ലെങ്കിൽ നാട് വിടുമായിരുന്നു. കഞ്ഞിത
എടോ എനിക്ക് വിശക്കുന്നു, കഞ്ഞി വേണമെന്ന്. ദാ. ഇനി താൻ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം കേട്ടോ. മുൻപ് ഞാൻ എപ്പോഴും ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുമായിരുന്നു, വരുണിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും. പക്ഷേ ഇനി പ്രാർത്ഥന മാത്രമല്ല, പിന്നെ മുൻപൊക്കെ എവിടെയെങ്കിലും എന്നെ വിളിച്ചാ ഞാൻ വരാൻ മടിക്കുമല്ലോ. ഇനി മടിക്കില്ല. എവിടെ വിളിച്ചാലും ഞാൻ വരും. കാരണം എന്റെ വരുൺ തളർന്നു പോകാൻ പാടില്ല. വരുൺ തോറ്റാൽ ഞാനും തോൽക്കും, നമ്മുടെ അച്ഛനമ്മമാര് തോൽക്കും, മുത്തശ്ശി തോൽക്കും. അതൊന്നും പാടില്ല. ജയിക്കണം ജയിക്കണം എന്ന തോന്നല് ഓരോ ശ്വാസത്തിലും നമുക്കുണ്ടാവണം. എന്നാലേ പിടിച്ചു കയറാൻ പറ്റൂ. തന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. ധൈര്യമൊന്നുമില്ല. നമ്മൾ തമ്മിലൊരു വ്യത്യാസം എന്താണെന്നറിയോ? വരുൺ ഒരുപാട് ഉയർത്തിന്ന താഴേക്ക് വീണത്. ഞാൻ ഇന്നും താഴെ തന്നെയായിരുന്നു, അത്രേ ഉള്ളൂ. ആ ദാ ഇത് കുടിച്ചേ. താങ്ക്സ്. എന്തിന്? വിദേശത്ത് ചെന്ന് അലയുന്ന കൂട്ടത്തിൽ ഈ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങാനും ഇങ്ങനെയുള്ള കണ്ടെത്താനും സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപാട് മിസ് ചെയ്തേനെ. ഇതിപ്പോ വീടും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ ജീവിതം കളറാക്കാൻ ഒരാളുണ്ട്. അതെനിക്ക് ഒത്തിരി ഇഷ്ടായി. ജീവിതം കളറാക്കുന്ന ഒരാള്. പക്ഷേ നമുക്ക് ഈ കളറൊന്നും പോരാ. വരൺ എപ്പോഴും പറയാറുള്ള ഒരു വാക്കില്ലേ, കളർഫുൾ. അതാവണം. എപ്പോ? ഭാവിയിൽ. മേടിക്ക്. ഒപ്പം തന്നെ പിടിക്കുന്നുണ്ട്. കുടിച്ചോ. കഴിക്കും. ഏയ്